ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണ് മുഖത്ത് മേത്ത് ഒക്കെ മേലൊക്കെ തേക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനം തന്നെ കേട്ടോ. അപ്പോൾ അതാ അതിന് വേണ്ടി കാപ്പിപ്പൊടിയാണ് ആദ്യം തന്നെ എടുക്കുന്നത്. ഇതിപ്പോൾ ഒരാൾക്കുള്ള അളവിലാണ് എടുക്കുന്നത് കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഇപ്പോൾ ഒരു 1.5 സ്പൂണുണ്ട്, ഈ ചെറിയ കുഞ്ഞി സ്പൂണ്. ഇതാ ഇനി നമുക്ക് ഇതിലേക്ക് കടലപ്പൊടി ആട്ടോ എടുക്കേണ്ടേ. കടലപ്പൊടി കടലപ്പൊടി ഒരു 1.5 സ്പൂൺ എടുക്കുക. ഈ പാല് കുറേശ്ശെ ഒഴിച്ചിട്ട് വേണോ വേണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അത് ഏകദേശമായി. ഇനി നമുക്ക് ഒഴിക്കേണ്ടത് ഒരിച്ചിരി ഗ്ലിസറിൻ ഒഴിക്കാതാ. ഗ്ലിസറിന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു മിനുസം വെക്കാനും മുഖത്തിന് നല്ലൊരു കളറ് വെക്കാനും എല്ലാത്തിനും നല്ലതാണ്. ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനും. ഒരു ഇച്ചിരി അരിപ്പൊടി ഇട്ടാണ് കേട്ടോ, കുറച്ചിട്ടാൽ മതി. നല്ല കൊണ്ട് യോജിപ്പിച്ചെടുക്കുക. ഒരു നുള്ളു പഞ്ചസാര, ഒരിച്ചിരി ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ചെറിയ തരിയാണ്, അതുകൊണ്ടാണ് ഇത് പൊടിക്കാത്തത്. വലിയ തരിയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടിടണേ. അപ്പോൾ തേനാണ് ഒന്നും കൂടി നല്ലത്. പക്ഷേ തേന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിക്കുള്ള ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട. പഞ്ചസാരയും നല്ലതാണ്, തേനും നല്ലതാണ്. ഏതാ നിങ്ങളെ കയ്യിലുള്ള വെച്ചാൽ അതെടുക്കുക. ഇച്ചിരിയും കൂടി പാൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 2 തുള്ളി ചെറുനാരങ്ങ, കുറച്ച് മതി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി മുറിച്ചത്. അത് മതി. ഏത് നിറമില്ലാത്തവർക്കും നിറം വെക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഇതിങ്ങനെ കുട്ടികളെ മുഖത്ത് നല്ലപോലെ തേച്ച് കൊടുക്കുക. കുട്ടികൾക്കും വലിയവർക്കും ആർക്കൊക്കെ വേണ്ടിച്ചാൽ അവർക്കൊക്കെ തേക്കാം. നിറം ആരൊക്കെ ഇല്ലാത്തത്, ആർക്കൊക്കെ ആവശ്യമുള്ളത് അതിലൊക്കെ എടുത്ത് തേക്കുക. കുറച്ചും കൂടി പാലയിൽ ഒഴിച്ചു കൊടുത്തതാട്ടോ. നല്ലൊരു അടിപൊളി സാധനം. പെട്ടെന്ന് നിറം വെക്കും ഇത് തേച്ചാൽ.
അപ്പോൾ നമ്മൾ കല്യാണത്തിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി തേച്ച് നിറം വെക്കാൻ പറ്റിയ ഒരു സാധനം അത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണില്ല, ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നും ഇങ്ങനെ പറയാനൊരു അപ്പോൾ ചെയ്യാത്ത ആൾക്കാർ നിങ്ങൾക്കറിയാലോ ആരൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിഞ്ഞൊരു 15 മിനിറ്റ് അവിടെ വെച്ചാൽ നല്ല കളറുണ്ടാവും, അടിപൊളി കളർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെന്നുള്ളൂ കേട്ടോ. എനിക്കിപ്പോൾ അത് ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മദർസ് പോയതുകൊണ്ട് ഞാൻ ഓള് വരുവോളം നിന്നില്ല എന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചും തരാം. നിങ്ങൾ തേക്കണ കാണിച്ചില്ലല്ലോ എന്നൊന്നും പറയണ്ട, അതിനാ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ അപ്പോൾ അതിപ്പോൾ തന്നെ കഴുകി കാണിച്ചു തരാം. ഉണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല, കുറച്ച് നല്ല കളറ് വെച്ചാണ്. 2 കൈയും വ്യത്യാസം നോക്കി. അതേ ഞാൻ പറഞ്ഞ നല്ല അടിപൊളി ഒരു സാധനം. പെട്ടെന്ന് നമുക്കൊരു എവിടെയെങ്കിലും ഒരു യാത്രയൊക്കെ പോകുമ്പോൾ ഉണ്ടാകുമല്ലോ എല്ലാവർക്കും. ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാവരും മേക്കപ്പൊക്കെ ഇട്ടല്ലേ പോണത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമല്ല. കെമിക്കലുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ മുഖത്തിടരുത്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ കേടില്ല നമുക്ക് മുഖത്തിനും. എവിടെ തേച്ചാൽ ഇത് ഫുള്ളും തേക്കാം കേട്ടോ. എവിടെയൊക്കെ ഞങ്ങൾക്ക് വെളുക്കണ്ടി അവിടെയൊക്കെ തേക്കാം. നല്ലൊരു അടിപൊളി സാധനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി തേക്കുക. വിവരങ്ങൾ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ അതുള്ളൂ, ഇത്ര പണിയേ ഉള്ളൂ. ലേശം കാപ്പിപ്പൊടി ഇരിക്കുക, ലേശം പാലുണ്ടെങ്കിൽ അത് ഒഴിക്കുക, ഇതൊക്കെ കണ്ടിടുക. വേണ്ട. അപ്പം എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം കേട്ടോ.